ഞാനിവിടെ നിൽക്കുന്നത് പ്ലാവിൻ്റെ ചോട്ടിലാണ്. പ്ലാവും നമ്മുടെ പഴയ കലിയനാഘോഷം നമ്മളെ ബന്ധം നിങ്ങൾക്കറിയാമെന്ന് കരുതുന്നു. കലിയക്കൂ ചക്കയമായി കൊടുത്ത എന്നുള്ളത് കലിയൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. പുതിയ രീതി പറഞ്ഞ മുദ്രാവാക്യം എന്ന് വേണമെങ്കിൽ പറയാം. അതങ്ങട്ടെ. അപ്പോൾ അങ്ങനെയുള്ള ഈ കലിയനാഘോഷം നമ്മുടെ ചെറുപ്പകാലത്ത്, നമ്മളെ ബാല്യകാലത്ത് നമുക്ക് നമ്മളെ മനസ്സിന് വളരെയേറെ ആവേശം ഉണ്ടാക്കിയൊരു ആഘോഷമാണ്. കാരണം വെച്ചാൽ ഏറ്റവും ഉച്ചത്തിൽ കൂക്കി വിളിക്കുക എന്നുള്ളതാണ് കഴിയുന്നൊരു ദിവസമാണത്. അപ്പോൾ മാത്രമല്ല, നമ്മൾ കൂക്കി വിളിക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിൻ്റെ അടുത്തുള്ള എല്ലാ വീട്ടിലും കൂക്കി മുഴങ്ങും. അപ്പോൾ ആ മുഴക്കത്തിൽ നമ്മൾ കൂക്കി ലയിക്കും. അങ്ങനെയുള്ള ഒരാഘോഷമായിരുന്നു. അപ്പോൾ അതിൽ പ്ലാവ് ചക്കൊക്കെ പ്രധാനം കൊടുക്കുന്ന ഒരു ആഘോഷമായിരുന്നു. അപ്പോൾ ആ ആഘോഷം നമ്മളെ നാട്ടിൽ നിന്ന് തീരെ മാഞ്ഞുപോയി. അപ്പോൾ അത് തീരെ ഇല്ലയെന്ന് തന്നെ പറയാം. അപ്പോൾ ആ ആഘോഷത്തിൻ്റെ ബാല്യകാല സ്മരണകളും ചേർത്തുകൊണ്ട് ഈ കലിൻ വീണ്ടും കൊണ്ടുവരണമെന്ന് ഈ കുട്ടികളെ, ചെറിയ കുട്ടികൾക്ക് ആഘോഷം നൽകാനെന്ന നിലയിൽ കൊണ്ടുവരുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും കലിൻ ആഘോഷം ഇപ്പോൾ നാട്ടിൽ നടത്താണ്ട് നമ്മൾ ഉജ്ജയിനിയിൽ നടത്താൻ നമ്മൾ ഇഷ്ടപ്പെടുത്തിയത്. അങ്ങനെ കുറേ കാലമായിട്ട് ഞാൻ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ തന്നെ പുത്താം വിഭാഗത്തിലുള്ള ഒരു സ്വയ സംഘമുണ്ട്. അതിൽ പ്രധാനമായൊരു നമ്മളെ സത്യം SI ഒക്കെ അതിൽ ഉണ്ട്, ആ നാട്ടുകാരുണ്ട്. അപ്പോൾ അങ്ങനെ ആണ് ഈ വർഷം ആഘോഷം നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതില്ലേ നമ്മളെ ഈ പഴയ കലിയൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളെ വൈകുന്നേരം സന്ധ്യാസമയത്ത് വീട്ടിൽ വിളക്ക് കൊളുത്തിക്കിൻ്റെ വിളക്കൊന്നും ചൂട്ട് കത്തിച്ച് ഈ പറഞ്ഞവർ മഴയൊക്കെ ഉണ്ടാവും. ഈ മഴയത്ത് തന്നെയായിരിക്കും നമുക്ക് വീട്ടുകാരും ഗൃഹനാഥനും കുട്ടികളും എല്ലാവരും കൂടി പ്ലാവിൻ്റെ അടുത്ത് പോയി ഈ പ്ലാവിനെ വലം ചെയ്യുകയും ചെയ്തു. കൂട്ടത്തിൽ നമ്മൾ കൊടുക്ക പോലെ ഈ നക്കലയിലെ കുറച്ച് കലിയന് പ്രത്യേക വിഭവമായ ഇന്ത് കൊണ്ടാക്കിയ വിഭവങ്ങളും, പിന്നെ ഒരു മഞ്ഞപ്പൊടി, ഒരു വെള്ളപ്പൊടിയൊക്കെ അതിൻ്റെ കൂട്ടത്തിലുണ്ടാവും. പിന്നെ കൊത്തിരി കത്തിച്ചുണ്ടാവും. അപ്പോൾ അതിൽ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ കാർഷിക ഉപകരണങ്ങൾ മോഡൽ, അതായത് നമ്മളുണ്ടാക്കുന്ന മറ്റേ ഈ കരുവ ഏണിയൊക്കെ അതൊക്കെ ഉണ്ടാവും. അതൊക്കെ വെച്ചിട്ട് നമ്മൾ ചുറ്റുപാടും വലയം ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വന്ന് നമ്മളെ പ്രസാദമൊക്കെ കഴിച്ച് പറഞ്ഞ ഇതിൻ്റെ വയസ്സൊക്കെയുള്ള പ്രസാദം കഴിച്ച് പറഞ്ഞാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ ആഘോഷം ഇങ്ങനെ ആയ സമയത്ത് ഞാനിപ്പോൾ അത് സാധാരണഗതി ഇത് കർഷകർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നായന്മാർ കർഷകരുടെ ഇടയിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ തീരും മറ്റുള്ള ആൾക്കാരൊക്കെ ചെയ്യും. പക്ഷേ പിന്നെ ഈ നായന്മാർ ഈ ദിവസം തന്നെ ഓൾ കേരള ബേസിൽ വേറൊരു ഇതേ സംഭവം തന്നെ വേറെ പേര് ചെയ്തിട്ടുണ്ട്. അതായത് പൊട്ടിപ്പുറത്ത് ശിവോദ്യാഗത്തും പറഞ്ഞു ഒരാഘോഷം ഓൾ കേരളയിലുണ്ടത്. ഞാനത് ഇവിടെ എടപ്പള്ളി നമ്മളെ കവി മറ്റേ എന്താ നമ്മളെ ഡോക്യുമെൻ്റ് റൈറ്ററുള്ള ഇടശ്ശേരി ഈ ഇതിനെപ്പറ്റി ഈ പൊട്ടിപ്പുറത്ത് ശിവോദ്യാഗത്തും പറഞ്ഞതിനെ പറ്റി ഒരു കവിത ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ തെക്കൻ ഭാഗത്ത് നമ്മുടെ ഓനക്കുറിപ്പുണ്ടല്ലോ, ഓനക്കുറിപ്പിൻ്റെ സിനിമാ ഗാനം ഈ വിഷയ സംബന്ധമായിട്ട് ഇതിലുണ്ട്. അങ്ങനെയൊക്കെ അത് മാത്രമല്ല, ഞാൻ പല ഭാഗത്തും പാലക്കാടൊക്കെ പോയ സമയത്ത് പാലക്കാട്ടിലെ ആൾക്കാരൊക്കെ ഇത് അവർ ഈ നിലയിലാണ് ആ ഭാഗത്തൊക്കെ ഇത്. പക്ഷെ അന്ന് എന്താ വെച്ചാൽ സ്ഥലവും ചുറ്റുപാടൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഇങ്ങനെ ഈ വ്യത്യസ്ത രീതിയിലുള്ള ഈ വ്യത്യസ്ത വിഭാഗങ്ങൾ വ്യത്യസ്ത രീതി. മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഇവരുണ്ടല്ലോ ധീവർ കല്യാഘോഷം നടത്തുന്നുണ്ട്. പക്ഷെ അതിൽ നമ്മളെ ഈ ഇന്തിൻ്റെ ഓരം അവർ നല്ല കഷ്ണം പിടിക്കാൻ പറ്റിയ മത്സ്യമാണ് വെച്ച് കൊടുക്കുക. അതോടൊപ്പം അവർ അവസാനം ഈ പ്ലാവിൻ്റെ മുകളിലേക്കല്ല അവർ കടൽ ചടയിക്കുക. അങ്ങനെ അവരെ കുറച്ച് സ്വീകരിക്കും. അപ്പോൾ അത് ഞാനൊരിക്കൽ ഈ സംഭവത്തെപ്പറ്റി നമ്മളെ പുരാണ്ടി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ സമയത്ത് നമ്മളെ രാഘവൻ പയ്യനാട് പറഞ്ഞ ഫോക്ലോർ രംഗത്ത് വളരെ മികവുള്ള ആൾ, വളരെ ബുക്കൊക്കെ ആൾ കടയുണ്ടായി. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, അല്ല ഇങ്ങനെ കലിയനെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ ഈ കലിയൻ്റെ ഒരു ക്ഷേത്രം കണ്ണൂർ ജില്ലയിലുണ്ടെന്നാണ് പറഞ്ഞു. ക്ഷേത്രം തന്നെ. അപ്പോൾ കണ്ണൂർ ജില്ലയിൽ ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് ആ ക്ഷേത്രത്തിൽ പോകണം. അവിടെ കലിനാഘോഷം സ്വാഭാവികമായിട്ട് കണ്ണൂർ ജില്ലയാകുമ്പോൾ അതിൻ്റെ തെയ്യം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. അപ്പോൾ ആ തെയ്യം ഉണ്ടെങ്കിൽ ആ തെയ്യം നമ്മുടെ നാട്ടിൽ ജില്ല അവതരിപ്പിക്കുന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ആഗ്രഹമുണ്ട് ഇന്ന് അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അത് മാത്രമല്ല, വേറെ ഒരു തെയ്യം തെയ്യം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടുള്ള തെയ്യത്തിന് പറയാൻ പറ്റിയ ഒരു വെള്ളാട്ടം എന്നായി പറയാം. അതായത് നമ്മളെ തച്ചോളി യോജന കളറിപ്പറ്റി പരാജയപ്പെടുത്തിയ തേവർവള്ളം എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട്. ഇത് ഇവിടെ വടകര പേരമ്പറ കുട്ടി ചാനിയം കടവിൽ എടുത്താണ് അയാൾ. അപ്പോൾ അയാൾ അതിൻ്റെ സ്മരണയായി അവിടെ ഒരു ക്ഷേത്രം പിന്നിൽക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ആ ക്ഷേത്രത്തിൽ ഒരു വെള്ളാട്ട് ഈ പറഞ്ഞ് ഈ ചാലിയും ഈ പറഞ്ഞ് തേവർവള്ളൻ്റെ. അപ്പോൾ അത് രണ്ടും നമ്മൾ ഉജ്ജയിനിൽ ഒരു പരിപാടിക്ക് നടത്തണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അത് നടന്നില്ല. അത് ഭാവിയിൽ ഇതൊക്കെ നടക്കണമെങ്കിൽ നാട്ടുകാർ കുറച്ച് വലിയ സഹകരണം കിട്ടണമല്ലോ. അങ്ങനെ സഹകരണം കിട്ടിയില്ല. ഞാനൊറ്റയ്ക്ക് ഇങ്ങനെ ചില സുഹൃത്തുക്കൾ മാത്രമേ ഇതിനൊക്കെ ആയിട്ടുള്ളൂ. ആൾക്കാർ സഹകരണം കിട്ടുകയാണെങ്കിൽ നമുക്ക് രണ്ടും ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ വർഷം നമ്മൾ കാര്യം നടത്തിയപ്പോൾ നമ്മൾ കല്യൻ്റെ യഥാർത്ഥ കണ്ണൂർ തെയ്യം കണ്ടില്ലല്ലോ. നമ്മുടേതായ ഭാവനയിൽ ഒരു തെയ്യം ഉണ്ടാക്കിയിട്ടുണ്ട്.
തെയ്യം ഉണ്ടാക്കിയിട്ട് നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ അവിടെയുള്ള കലാകാരന്മാരുണ്ടല്ലോ നമ്മൾ നാട്ടിലൊക്കെ ഉള്ളത്, അതിൽ അശോകൻ തറയുണ്ട്. അയാളാണ് തെയ്യം, നമ്മൾ ഭാവനയെ തെയ്യം ഉണ്ടാക്കി അതിൻ്റെ വേഷം കെട്ടിക്കൊടുത്തത്. അയാൾ നമ്മുടെ കല്ലിൻ്റെ കൂടെ ഇങ്ങനെ യാത്രയിൽ നമ്മളെ ഇവിടെ മുതൽ മറ്റേ ഉജ്ജയിനി വരെ സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇപ്രാവശ്യം പരിപാടി എന്താ കുഴപ്പമെന്ന് വെച്ചാൽ മഴ, ഭയങ്കര മഴയായതുകൊണ്ട് മഴ ഉണ്ടാവും, സാര കല്ലുണ്ടാവും. പക്ഷേ ഇതെന്താ വെച്ചാൽ ഭയങ്കര മഴയാണെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തുള്ള രംഗങ്ങളും ഉജ്ജയിനി പ്ലാവ് ചുറ്റുന്ന രംഗങ്ങളും വീഡിയോ എടുക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അടുത്തതായിട്ട് ഞാനെൻ്റെ വീഡിയോ ഉണ്ടല്ലോ, മറ്റേ എൻ്റെ ഈ പറഞ്ഞ കല്ലിൻ്റെ നടത്തി കാര്യത്തെ പറ്റിയുള്ള വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതായിരിക്കും.